വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കാനായിട്ട് സർക്കാർ കുറച്ച് സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പം എസ്റ്റേറ്റ് ഉടമകൾ അതിനെതിരെ ഹർജി നൽകി. ഇപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കാമെന്ന് സർക്കാരിന് ഈ ഉത്തരവിലൂടെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശം? ഇപ്പോൾ ടി വിയിൽ വന്ന വാർത്തയാണ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ടി വിക്കാർ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡ് പിന്നെ ഒരു എൻസ്റ്റോൺ ടി എസ്റ്റേറ്റ്, ഈ രണ്ട് പേരാണ് ഭൂമി ഏറ്റെടുക്കലിനെതിരെ കേസിന് പോയത്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ ആക്ട് വെച്ച് ഭൂമി ഏറ്റെടുക്കാം എന്ന് കോടതി പറഞ്ഞു. നഷ്ടപരിഹാര തുകയിൽ തർക്കമുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാവുന്നതാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഷ്ടപരിഹാര തുക ഇതിനകത്ത് ഒരു തലവേദനയാണ് എപ്പോഴും. ഇത് പോയി ഒരു 6-7 വർഷം കഴിയുമ്പോൾ 250 കോടി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ തുടരുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ വരികയാണെങ്കിലോ അവരുടെ തലയിലിരിക്കും ഈ 250 കോടി. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇപ്പം തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്തിട്ട് ആ കാശിണി അങ്ങ് കൊടുത്തിട്ട് ഭൂമി സ്വന്തമാക്കിയില്ലെങ്കിൽ നാളെ വലിയൊരു ബാധ്യതയായിട്ടത് മാറും തുടർന്ന് വരുന്ന സർക്കാരിന്. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും. ലാൻഡ് അക്വിസിഷൻ കേരളത്തിൽ വലിയ ഫെയിലിയർ ആവാൻ കാര്യം കാശ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല സർക്കാർ. അപ്പം ജനങ്ങൾ എന്തായി, സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എന്നവരും. ഈ കേരളിനെ ചൊല്ലി ഉണ്ടായ കോലാഹലം മുഴുവനുണ്ടല്ലോ, വാസ്തവത്തിൽ അതിൻ്റെ 90% പ്രശ്നവും ഈ സർക്കാരിന് ഭൂമി കൊടുത്താൽ കാശ് കിട്ടില്ല എന്നുള്ള ഫീലിംഗാണ് ആൾക്കാരുടെ. ഫീലിംഗ് അല്ല, അത് യാഥാർത്ഥ്യവുമാണ്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി അവർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ കാശ് കൊടുക്കും. കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ മതി അവിടെ നിന്ന്. ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്നത്. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് ഒരു 2.5 സെൻറ്റ് ബാക്കി വരുന്നു. സിനിജി ആ 2.5 സെൻറ്റ് എന്ത് ചെയ്യും? വിൽക്കാൻ പറ്റില്ല, ആർക്കും താല്പര്യവും ഉണ്ടാവില്ല. 2.5 സെൻറ്റ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2.5 സെൻറ്റ് ഇയാളുടെ വേസ്റ്റായിട്ട് പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഇങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ബാക്കി വരികയാണെങ്കിൽ 1.25 സെൻറ്റ് ഇതൊക്കെയുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ അതും കൂടെ എടുത്തോളാം, അതിൻ്റെയും കാശ് ഞങ്ങൾ തരാം. ഞങ്ങൾക്കും അത് ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ വെറുതെ പോകുന്നു, അതിന് ഉത്തരവാദി ഞങ്ങളാണത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചത്, അതുകൊണ്ട് അതും ഞങ്ങളെടുക്കും. ഇങ്ങനെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഭൂമി കിട്ടുന്നത്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കുള്ള ഭൂമി ഞങ്ങൾ വേഗം ഏറ്റെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൂൾ ഇങ്ങനെ ആയതുകൊണ്ട് ഏറ്റെടുക്കാൻ എളുപ്പമാണ്. ഏറ്റെടുക്കേണ്ടത് സർക്കാരാണ്, കേരള സർക്കാരാണ്. പക്ഷേ പൈസ കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ചോദിച്ച കാശ് പറഞ്ഞ തീയതിക്ക് കൊടുത്ത് ഏർപ്പാട് തീർക്കും. ഇവരത് ചെയ്യില്ല. ഇതാണ് ഇപ്പോൾ ഈ എസ്റ്റേറ്റുകാരും കേസിന് പോകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കില്ല സർക്കാർ. കയ്യിലുള്ള ഭൂമി നഷ്ടപ്പെട്ടു പോകും. എനിക്ക് മനസ്സിലാകാത്തത് റിപ്പോർട്ടർ ചാനലിൻ്റെ MD അല്ലേ അഗസ്റ്റിൻ, അദ്ദേഹം ലൈവായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തതാണ്. ഞങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ അവരുടെ കമ്പനിയുടെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ 1000 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ മുണ്ടക്കൈ ചൂരൽമല പുനഃസൃഷ്ടിച്ച് തരാം സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ. അതായത് മാർക്കറ്റ്, സ്കൂളിന് സ്കൂള്, അമ്പലം, പള്ളി എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നോ അത് മുഴുവൻ ഞാൻ ഈ സ്ഥലത്ത് നിങ്ങൾക്ക് പണിയിച്ച് അതുപോലെ നിങ്ങൾക്ക് തരാം. തങ്കപ്പൻ ചേട്ടന് എവിടെയായിരുന്നോ താമസം അവിടെ തന്നെ. തങ്കപ്പൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ജോസഫിൻ്റെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നോ ആ ദൂരത്തിൽ ജോസഫിൻ്റെ വീട് ഞാൻ വെച്ച് തരാം. കംപ്ലീറ്റ് പുനർനിർമ്മിക്കാം. ആ ഒരു ഓഫർ എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് അംഗീകരിക്കാഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുമായിട്ട് സംസാരിക്കണ്ടേ? ഒടുവിൽ ഇത് തർക്കമാകുകയും കോടതിയിൽ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അവരുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. ഇതുവരെ സംസാരിച്ചതായിട്ട് ഒരു അറിവുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ എസ്റ്റേറ്റുകാരൻ്റെ പിന്നാലെ നടന്ന് ഹൈക്കോടതി കേസ് പറഞ്ഞ് സ്ഥലം ഏറ്റെടുത്ത് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഫ്രീ ആയിട്ടൊരാൾ തരാമെന്ന് പറയുമ്പോൾ 100 വീട് ആ ചെമ്മണ്ണൂർ ജുവലേഴ്സ് തരാമെന്ന് പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചോ? ഇല്ല. 100 വീട് തരാമെന്ന് പറഞ്ഞു. അതിനുള്ള സ്ഥലം ആര് തരും? അയ്യോ, സ്ഥലം നിങ്ങൾ തരണം, വീട് ഞാൻ വെച്ച് തരാം. ഇതാണ് പുള്ളിയുടെ കണ്ടീഷനെങ്കിൽ അങ്ങനെ.
പിണറായി വിജയൻ ഇതൊന്നുമല്ല, തുട്ട് വേണം, എല്ലാം ക്യാഷിൽ കിട്ടണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. പിന്നെ അവിടെ നിന്ന് എവിടെ പോകും ആ കാശ് എന്നുള്ളത് ദൈവത്തിനറിയാം. ഇതാണ് പുള്ളിയുടെ ബേസിക് ഡിസൈൻ. ഇതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തത്. ഇത് കേന്ദ്രത്തിനും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇതാണ് പരിപാടി എന്നുള്ളത്. ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുത്തു, ശരി, ഇനിയിപ്പം നാളെ മുതൽ മിന്നൽ വേഗത്തിൽ ഇത് നടക്കുമോ? അപ്പോഴും നടക്കില്ല. നോക്കിക്കോ, ഈ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഉടക്ക് കൊണ്ടുവരും, മുനിസിപ്പൽ കോടതി നിന്നൊരു സ്റ്റേ കൊണ്ടുവരും. ഈ എസ്റ്റേറ്റുകാർ വെറുതെ ഒന്നും സ്ഥലം തരാൻ പോകുന്നില്ല. അവർ ഉടക്കിൻ്റെ പുറത്ത് ഉടക്ക് വയ്ക്കും. കാരണം അവർക്ക് ദണ്ണമുണ്ട് അവരുടെ ഭൂമി പോകുന്നതിൽ. അവർക്ക് മനസാക്ഷിയില്ലായിട്ടൊന്നുമല്ല. പക്ഷേ അവർക്കറിയാം ഇത് പോയാൽ പോയി, പിന്നെ കിട്ടില്ല. സർക്കാരിന് കൊടുത്ത ഏതെങ്കിലും സ്ഥലത്തിന് എന്തെങ്കിലും അഡ്രസ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇനി അഥവാ മുഴുവൻ അങ്ങ് കൊടുത്തെങ്കിൽ തന്നെ അതിൽ കുറേ പുറമ്പോക്ക്, കുറേ കയ്യേറ്റം, അത് ഇതൊക്കെ തുടങ്ങും. അവിടെ പോയി ഒരുത്തന്നെ ആദ്യമേ കുടിൽ കിട്ടും. അവനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റില്ല. അവൻ പറയും, ഞാൻ മുണ്ടക്കയിൽ താമസിച്ചവനാണ്, എൻ്റെ വീട് ഒഴുകിപ്പോയി. ഇയാൾ മുണ്ടക്കയിലായിരുന്നോ ചുരുൾമലയിലായിരുന്നോ ആർക്കറിയാം? തഹസിൽദാരുടെ കണക്കിൽ നോക്കുമ്പോൾ ഈ ആളിനെ കാണുന്നില്ല. എൻ്റെ പേര് നിങ്ങൾ എഴുതി വയ്ക്കാത്തതിന് ഞാൻ ഉത്തരവാദിയാണ്. ഞാനിവിടെ നിന്ന് മാറില്ല, അവനവിടെ നിന്ന് മാറില്ല, കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ഈ വെച്ച് താമസിപ്പിക്കുന്നത്. ഇതുപോലത്തെ കളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നീണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. നീണ്ടു പോകാനാണ് എല്ലാവിധ സാധ്യതയുള്ളത്. ഈ നീണ്ടു പോകാനാണ്. അവസാനം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? കത്തോലിക്ക സഭ മുൻകൈ എടുത്തിട്ട് അവർ കുറേ വീട് വെച്ചു. കുറേ ആൾക്കാരെ അവരുടെയോ അല്ലാത്തതോ ഒക്കെ ആയ കുറച്ച് പേരെ അവർ താമസിപ്പിച്ചു. മറ്റ് ചില സന്നദ്ധ സംഘടനകൾ അവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ആളുകൾക്കിത് ഈ സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. അവരവിടെ നിന്നൊക്കെ കടം മേടിച്ചും പിടിച്ചുമൊക്കെ ഓരോ സ്ഥലത്തായിട്ട് അവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കും. ജീവിതം മുന്നോട്ട് പോകണ്ടേ സിനിജി? ഇവരുടെ ഹൈക്കോടതിയും ഇതൊക്കെ ആയിട്ട് മനുഷ്യന് ഇത് ഒരു തീർപ്പ് വേണ്ടേ? അതെ, വരുമാനം വേണ്ടേ ജീവിക്കാനായിട്ട്? പിള്ളേർക്ക് പഠിക്കണ്ടേ? അപ്പോൾ അവർ മറ്റു രീതിയിൽ അങ്ങ് സെറ്റിലാവുന്ന നിന്നിട്ട് പിന്നെ അങ്ങനെ അതങ്ങ് പോവും. കവളപ്പാറ ഇതുപോലെയാണ്. കവളപ്പാറ ദുരന്തം ഇപ്പോൾ എത്ര വർഷമായി? 6 വർഷം മറ്റായി. എന്ത് ചെയ്തൊരു ഒന്നും ചെയ്തില്ല. പെട്ടിമുടി ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെത്തിയും ചിരടിയൊക്കെ വയ്ക്കില്ല എന്നല്ല. അല്ലാതെ സമഗ്രമായ ഒരു ദുരിതാശ്വാസ പദ്ധതി കേരള സർക്കാർ നടപ്പാക്കിയതിൻ്റെ ചരിത്രമില്ല. ഒരു കാലത്തും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സർക്കാർ കൃത്യമായിട്ടൊരു സംഗതി ചെയ്യിക്കില്ല. അതിനകത്ത് അഴിമതി, സ്വജനപക്ഷപാതം, താന്തോന്നിത്വം ഇതെല്ലാം നടക്കും. അതിനിടയ്ക്ക് ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫറായവൻ അതവിടെ ഇട്ട് പോകും. അവൻ ആ ഫയലിവിടെ വെച്ചു എന്ന് ആർക്കും അറിയാമില്ല. ആ ഫയലില്ലാതെ കാര്യം മുന്നോട്ട് പോകില്ല. പിന്നെ ഫയൽ കണ്ടെടുക്കാനായിട്ട് അടുത്ത പരിപാടി, ഇങ്ങനെ പോവുകയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയും. ഇതൊക്കെ വെറുതെ പറയുന്നത്. മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ കുറേ ചട്ടങ്ങളുടെയൊക്കെ തടവിലും നടുവിലും ഒക്കെയാണ്. ഇപ്പോഴും ഇവർക്ക് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്ന് എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേര് വീടില്ലാത്തവരുണ്ട് എന്നുള്ള ഒരു കൃത്യം കണക്കായിട്ടില്ല. എത്ര സർവേ നടത്തിയവർ? ഹൈക്കോടതി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒരാളുടെ ഒരു കണക്ക്, വേറൊരാളുടെ വേറൊരു കണക്ക്. 1550 പേരുടെ പേരേ ഇല്ല. അത് റിവൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവസാനം നാട്ടുകാർ പറഞ്ഞു, ഈ സർവേ കൊണ്ട് ഞങ്ങൾ തോറ്റു. കാരണം പഞ്ചായത്തുകാർ സർവേ നടത്തുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന ഹാളിൽ ഹാജരാവണം, എല്ലാം നഷ്ടപ്പെട്ടവർ. അവിടെ ഹാജരാകാൻ പോയി. അവിടെ ഹാജരാകാൻ പോയി ഇയാൾ ശാപ്പാട് കഴിക്കുന്നത് എങ്ങനെ? അതാർക്കും നോട്ടമൊന്നുമില്ല. ഹാജരാകാൻ പോയി അവിടെ പോയി പേരൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ തഹസിൽദാരുടെ സംഘം വന്നു. അത് കഴിഞ്ഞ് NGO, നാട്ടിലെ 110 NGO ഇറങ്ങി അവർ കണക്കെടുക്കുന്നു. ഇത് കണക്കുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എങ്ങും ടാലി ആകുന്നില്ല. ആ അവസ്ഥയാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലുണ്ട് നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാരെ. അപ്പോൾ ഈ ദുരിതബാധിതർക്ക് ഒരു ആശ്വാസം ഉടനെയൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഉണ്ടാവില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ഇതിപ്പോൾ എത്രയായി? ഞാൻ ചോദിക്കട്ടെ, ഈ വല്ലാർപാടൻ ടെർമിനൽ വരാനെന്ന് പറഞ്ഞിട്ടാണ് മൂലംപള്ളിക്കാരെ കുടിയിറക്കി വിട്ടത്. അവരെ ഇതുവരെ പുനരധിവാസം അധിവസിപ്പിച്ചില്ലല്ലോ ഒന്നും. അവർ തെക്കൂടെ നടക്കുകയാണ്. തെക്കൂടെ നടക്കുന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട. അവരെന്തൊക്കെയോ ചെയ്ത് എവിടെയോ ഒക്കെ ജീവിക്കുന്നു. ആർക്കും അറിയില്ല.
ഞാൻ ആ പ്രശ്നത്തിൻ്റെ പിന്നാലെ തൂങ്ങാൻ പോയപ്പോൾ അന്ന് 328 പേരോ മറ്റോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര പേരുണ്ട്? ഞാൻ നടന്ന് എൻ്റെ തെരപ്പി ചെയ്യുന്നു. CR നീലകണ്ഠൻ, പിന്നെ ഒരു അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും. എത്ര മന്ത്രിമാരും മാറി മാറി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു, തോമസ് ഐസക് പറഞ്ഞു, അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, ഒന്നും ചെയ്തില്ല. ഇപ്പോൾ തോമസ് ഐസക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, മൂലംപള്ളി ഈസ് ആൻ എംബറാസ്മെൻറ്റ്. കേരളയിലെ തർക്കത്തിൽ പുള്ളി പറയുകയാണ്, മൂലംപള്ളി ഈസ് ആൻ എംബറാസ്മെൻറ്റ്, ലെറ്റ് us കീപ്പ് ഇറ്റ് aside. മൂലംപള്ളിയെപ്പറ്റി മിണ്ടണ്ട. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര കുടിയിറക്കുകൾ, എത്ര പ്രകൃതി ദുരന്തങ്ങൾ, രണ്ടിലും നഷ്ടപ്പെടുന്നത് ആളുകളുടെ കടപ്പാടമാണ്. എന്നിട്ട് എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ താമസിക്കുന്ന വീടും പരിസരത്താണ്, എൻ്റെ വേര് പിടിച്ചിരിക്കുന്നത് അവിടെയാണ്. എന്നെ കൊണ്ടുപോയിട്ട് ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലോ ഇണ്ടന്തുരുത്തിയിലോ 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഒരു വീടും വെച്ചെനിക്ക് ഞാൻ ചത്തുപോകും. ഒരാളിൻ്റെ പരിസരത്ത് നിന്ന് അയാൾ പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇതൊന്നും സർക്കാരിന് ബാധകമല്ല. ഇവർ ഈ സാമൂഹ്യ ആഘാത പരിസ്ഥിതി പഠനം എന്നൊക്കെ പറയുമല്ലോ, ഇതൊക്കെയാണ് സാമൂഹ്യ ആഘാതം എന്ന് പറയുന്നത്, സോഷ്യൽ ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റൊന്നും സർക്കാരിന് ഇപ്പോഴും ഗൗരവമായിട്ട് മനസ്സിലായിട്ടില്ല. അവരവരുടെ പഴയ ഒരു ചട്ടപ്പടി ഒരു പോക്കുണ്ട്, ആ വഴിക്ക് പോകും. അല്ലെങ്കിൽ ഇത്രയധികം ഓഫറുകൾ വയനാട്ടിൽ വേറെ ഒരു ദുരന്തത്തിന് ഞാൻ ഇത്ര വലിയ പ്രൈവറ്റ് ഓഫർ കണ്ടിട്ടില്ല. 1000 ഏക്കർ സ്ഥലം തരാം, വീടും വെച്ച് തരാം, കംപ്ലീറ്റ് പുനർനിർമ്മിച്ച് തരാം, അതേ രീതിയിൽ ഡിറ്റോ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ല സർക്കാർ. സർക്കാർ ഹൈക്കോടതിയിൽ കേസ് നടത്തുക. കഷ്ടം. എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.